ചൈന ഇതുവരെ ഒരു ഏകീകൃത വൻശക്തിയല്ല. ഇത് ചൈനീസ് ജനതയ്ക്ക് അപമാനമാണ്. ഭൂമിക്കും സ്വർഗത്തിനും ഇടയിൽ നിലനിൽക്കുന്ന മിഡിൽ കിങ്ഡത്തിന്റെ യെല്ലോ ചക്രവർത്തിയുടെ മക്കൾക്ക് ഇത് നാണക്കേടാണ്. ദേശീയ ഏകീകരണത്തിനും അന്തസ്സിനും വേണ്ടി വരാൻ പോകുന്ന വർഷങ്ങളിൽ ചൈന 6 യുദ്ധങ്ങൾ നടത്തേണ്ടതുണ്ട്. ചിലത് പ്രാദേശിക സംഘർഷങ്ങളാണെങ്കിൽ മറ്റുള്ളവ തുറന്ന യുദ്ധങ്ങളായിരിക്കാം. സ്വഭാവം ഏതായാലും അവ ഓരോന്നും ചൈനീസ് ഏകീകരണത്തിന് അനിവാര്യമാണ്. ഇത് ചൈനീസ് ഭരണാധികാരികളും തിങ്ക് ടാങ്കുകളും അവരുടെ മീഡിയയും പ്രചരിപ്പിക്കുന്നതും ചൈനീസ് ജനതയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു ദീപ്തമായ സങ്കല്പമാണ്. ഒരു സൂപ്പർ പവർ എന്ന നിലയിലുള്ള ചൈനയുടെ ആവിർഭാവവും ദക്ഷിണ കിഴക്കൻ ചൈന കടലിലും ഹിമാലയത്തിലും അതിന്റെ ആക്രമണാത്മക പവർ പ്രൊജക്ഷനും യുഎസുമായുള്ള സംഘർഷവും യുഎസ് ശക്തിയുടെ തളർച്ചയും കാരണം ഈ കാലഘട്ടത്തിൽ മംഗോളിയ മുതൽ ഇന്ത്യ വരെ നീളുന്ന ചൈനയുടെ ഭാവിയിലെ ഉറപ്പായ 6 യുദ്ധങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഗ്ലോബൽ മനസ്സുകൾക്കുള്ളിൽ ചൂടുപിടിക്കുന്നു. ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ചൈന ഭാവിയിൽ പോരാടുമെന്ന് ഉറപ്പായ 6 യുദ്ധങ്ങളെ കുറിച്ചും അത് ചൈന ചെയ്യാനുള്ള കാരണങ്ങളെ കുറിച്ചുമാണ്. നമുക്ക് നോക്കാം. ഒഴിച്ചുകൂട്ടാനാവാത്ത 6 യുദ്ധങ്ങൾ, ദ 6 ഇന്നവിറ്റബിൾ വാർസ്. കഴിഞ്ഞ 2 ദശകങ്ങളിൽ ചൈന ഒന്നിലധികം പ്രദേശങ്ങളിലുടനീളം അഗ്രസീവായി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് ആസന്നമായ ഒരു സംഘടനത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമാകുന്നു. ഇന്ത്യയുമായുള്ള തർക്ക അതിർത്തികൾ മുതൽ ദക്ഷിണ കിഴക്കൻ ചൈന കടലിലെ തർക്കം തുടങ്ങി സെൻസിറ്റീവായ തായ്വാൻ കടലിടുക്ക് വരെ ചൈനീസ് സൈനിക പ്രവർത്തനങ്ങൾ അഭൂതപൂർവമായ തലത്തിൽ ഉയർന്നു വരുന്നു. 2012 ഹൂ ജിൻഡാവോയുടെ വിടവാങ്ങലിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഷീ ജിങ് പിങ് രാജ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ ചരിത്രപരമായ മഹത്വം വീണ്ടെടുക്കുവാനും ലക്ഷ്യമിട്ട് ചൈനീസ് സ്വപ്നം, ദ ചൈനീസ് ഡ്രീം എന്നറിയപ്പെടുന്ന ഒരു ദർശനം ആവിഷ്കരിച്ചു. അതിനെ തുടർന്ന് ചൈനക്കാർ അറിയാൻ വേണ്ടി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ 2ാമത്തെ വലിയ സർക്കാർ മാധ്യമ സ്ഥാപനമായ ചൈന ന്യൂസ് സർവീസിൽ 2013 ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ ഉയർന്നു വന്നു. അടുത്ത 50 വർഷങ്ങളിൽ ചൈന പോരാടുമെന്ന് ഉറപ്പായ 6 യുദ്ധങ്ങൾ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനമാണ് അതിൽ വന്നത്. ഇതിൽ 1840-42 കാലഘട്ടത്തിലെ കറുപ്പ് യുദ്ധത്തിൽ, ഓപ്പിയം വാറിൽ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ചൈനയുടെ ചരിത്രപരമായ ആവലാതിയും അവ പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹവും പ്രതിഫലിക്കുന്നു. ഈ ഭൂപടത്തിലെ ചുവപ്പ് ലൈനിൽ കാണുന്ന നഷ്ടപ്പെട്ട ചൈനീസ് പ്രദേശങ്ങളാണ് എന്ന് ചൈന പറയുന്ന റഷ്യയുടെ ഫാർ ഈസ്റ്റ്, മംഗോളിയ, തായ്വാൻ, ദക്ഷിണ കിഴക്കൻ ചൈന കടൽ, കൊറിയ, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, തായ്ലാന്റ്, മലായ് പെനിൻസുല, സിംഗപ്പൂർ, മ്യാൻമാർ, നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളും ഇന്ത്യയുടെ ഹിമാലയൻ ഭാഗവും മധ്യേഷ്യയുടെ ഭൂരിഭാഗവും ഇതിൽപ്പെടുന്നു. ഇന്നുള്ള ചൈനയുടെ ഒന്നോ അതിലധികമോ ഇരട്ടി പ്രദേശമാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നതും അതിനുവേണ്ടി ഭാവിയിൽ 6 യുദ്ധങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നതും. ഇനി ആ 6 യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അത് ചെയ്യാൻ ചൈനയെ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥ കാരണങ്ങളും നമുക്ക് നോക്കാം. തായ്വാൻ തിരിച്ചു പിടിക്കാനുള്ള യുദ്ധം, ദ വാർ ടു യൂണിഫൈ തായ്വാൻ. തായ്വാനിലെ പുതിയ പ്രസിഡന്റ് ലായ് ചിങ് യി പുതുതായി അധികാരമേറ്റ് 3 ദിവസത്തിനുള്ളിൽ ചൈന തായ്വാന്റെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതികരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തായ്വാന് ചുറ്റും പണിഷ്മെന്റ് മിലിറ്ററി അഭ്യാസങ്ങൾ ആരംഭിച്ചു. കനത്ത ആയുധധാരികളായ യുദ്ധവിമാനങ്ങൾ അയച്ചുകൊണ്ടും നേവിയുടെ കപ്പൽപ്പട ഉപയോഗിച്ച് തായ്വാന് ചുറ്റും ഒരു ഉപരോധം സൃഷ്ടിച്ചുകൊണ്ടുമാണ് ചൈന മിലിറ്ററി അഭ്യാസം ആരംഭിച്ചത്. ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാനെ സ്വന്തം പ്രദേശമായി കാണിക്കുകയും തായ്വാന്റെ ഭരണാധികാരിയായ ലായെ വിഘടനവാദി എന്ന് വിളിച്ചുകൊണ്ടുമാണ് ചൈന സൈനിക ശക്തി ഉപയോഗിച്ച് തായ്വാനെ കീഴ്പ്പെടുത്താൻ മടിക്കില്ല എന്ന് താക്കീത് നൽകുന്നത്. 1949 ആഭ്യന്തര വിപ്ലവത്തിന് ശേഷം ചൈനയിലെ ജനാധിപത്യ സർക്കാരിനെ തകർത്തുകൊണ്ടാണ് മാവോ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ ചൈനയിൽ കൊണ്ടുവന്നത്. ആഭ്യന്തര യുദ്ധത്തിൽ തോറ്റുപോയ അന്നത്തെ ജനാധിപത്യ സർക്കാർ തായ്വാൻ എന്ന ദ്വീപിലേക്ക് മാറുകയായിരുന്നു. അന്നു തുടങ്ങി ഒറ്റ ചൈന എന്ന പോളിസി പ്രകാരം തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകം എന്നാണ് ചൈന പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്കിതൊരു ഇമോഷണൽ പ്രശ്നമാണ് എന്ന് തോന്നുമെങ്കിലും ശരിക്കും ചൈനയ്ക്ക് തായ്വാനെ കീഴ്പ്പെടുത്താതെ വേറെ വഴിയില്ല എന്നതാണ് സത്യം. ചൈനയുടെ കിഴക്കൻ അതിർത്തി മുഴുവൻ കോസ്റ്റൽ തീരമാണ്. അവർക്ക് പസഫിക് സമുദ്രത്തിലേക്ക് തുറന്ന ഒരു പാസേജ് കിട്ടണമെങ്കിൽ തായ്വാൻ അവരുടെ കീഴിൽ കൊണ്ടുവന്നേ പറ്റൂ. പിക്ചറിൽ കാണുന്ന പോലെ വെസ്റ്റേൺ ശക്തികളുടെ വസാൽ രാജ്യങ്ങളായ ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ് എന്നീ രാഷ്ട്രങ്ങൾ ചൈനയുടെ പസഫിക് സമുദ്രത്തിലേക്കുള്ള എൻട്രിയെ തടയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചൈനയ്ക്ക് തങ്ങളുടെ രാജ്യത്തെ ഒരു റിയൽ പവർഫുൾ രാജ്യമാക്കണമെങ്കിൽ പസഫിക് സമുദ്രത്തിലേക്കുള്ള വഴി തുറന്നെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നാണെങ്കിലും ചൈന തായ്വാനെ കീഴ്പ്പെടുത്തിയിരിക്കും എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ അത് അത്ര എളുപ്പമാവില്ല. കാരണം
ജപ്പാന്റെയും സൗത്ത് കൊറിയയുടെയും മൊത്തം ട്രേഡുകളും പെട്രോളിയം ആൻഡ് ഗ്യാസ് ഇറക്കുമതി മുഴുവൻ നടക്കുന്നത് തായ്വാൻ സ്ട്രേറ്റ് വഴിയും മലാക്ക സ്ട്രേറ്റ് വഴിയുമാണ്. ഇവിടെ ചൈനയുടെ പരിപൂർണ അധികാരം വരുന്നത് ഈ രണ്ടു രാഷ്ട്രങ്ങൾക്കും അവരുടെ സഖ്യശക്തിയായ അമേരിക്കയ്ക്കും ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു യുദ്ധമില്ലാതെ ചൈനയ്ക്ക് തായ്വാനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇന്ന് തായ്വാൻ ഒരു ബഫർ സീ റൂട്ട് പാശ്ചാത്യ ശക്തികൾക്ക് തായ്വാൻ സ്ട്രേറ്റിൽ നൽകുന്നുണ്ട്. അത് നഷ്ടപ്പെടാൻ അവർ ഒരിക്കലും അനുവദിക്കില്ല. അതുപോലെ തങ്ങളുടെ രാജ്യം ഒരു വൻ ശക്തി ആവണമെങ്കിൽ തങ്ങളുടെ കടൽ റൂട്ട് പൂർണ്ണമായി തുറന്നു കിട്ടണമെന്ന പൂർണ്ണ ബോധ്യം ചൈനയ്ക്കുമുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധത്തിൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. US-ന്റെയും ജപ്പാന്റെയും ഇടപെടലിന്റെ വ്യാപ്തിയെ ആശ്രയിച്ച് ഈ സംഘർഷത്തിൽ ചൈന വിജയം പ്രതീക്ഷിക്കുന്നു. മെയിൻലാൻഡ് ചൈനയിൽ US ആക്രമണം ഉണ്ടായാൽ സമ്പൂർണ്ണ യുദ്ധം ഉപയോഗിച്ച് പ്രതികരിക്കാൻ ബീജിംഗ് പദ്ധതിയിടുന്നു. 6 മാസത്തിനുള്ളിൽ തായ്വാനെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ചൈന വിശ്വസിക്കുന്നു. US ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ കഴിയുമെന്നും ചൈന പ്രതീക്ഷിക്കുന്നു. സൗത്ത് ചൈന സീയിലെ യുദ്ധം, ദ വാർ ടു റിക്കവർ വേരിയസ് ഐലൻഡ്സ് ഓഫ് സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ജലപാതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് ട്രേഡ് ആൻഡ് മെർച്ചന്റ് ഷിപ്പിങ്ങിനുള്ള ഒരു സുപ്രധാന കവാടമാണ്. സൗത്ത് ചൈന സീയിലെ തർക്കങ്ങൾ മേഖലയിലെ വിവിധ സോവറൈൻ സ്റ്റേറ്റുകളായ ചൈന, ബ്രൂണൈ, തായ്വാൻ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, മലേഷ്യ എന്നീ രാജ്യങ്ങൾക്കുള്ളിലുള്ള ഒരു തർക്കമാണ്. സ്പ്രാറ്റ്ലി ദ്വീപ്, പരാസൽ ദ്വീപ്, ടോൺകിൻ ഉൾക്കടലിലെ സമുദ്രാതിർത്തികൾ, ഇന്തോനേഷ്യയിലെ നാത്തുന ദ്വീപുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങൾ എന്നിവയാണ് തർക്ക പ്രദേശങ്ങൾ. തായ്വാൻ യുദ്ധം കഴിഞ്ഞ് 2 വർഷത്തെ തയ്യാറെടുപ്പ് ശേഷം വിയറ്റ്നാമിനെയും ഫിലിപ്പീൻസിനെയും നേരിടണമെന്ന് ചൈന കണക്കുകൂട്ടുന്നു. മേഖലയിലെ രാജ്യങ്ങളിൽ ഫിലിപ്പൈൻസും വിയറ്റ്നാമും മാത്രമാണ് ചൈനയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള രാജ്യങ്ങളായി ചൈന കണക്കുകൂട്ടുന്നത്. മറ്റ് പസഫിക് രാജ്യങ്ങളിൽ ഭയം വളർത്താൻ ലക്ഷ്യമിട്ട് ആദ്യം വിയറ്റ്നാമിനെതിരെ ആക്രമണം നടത്താൻ ചൈന പദ്ധതിയിടുന്നു. വിയറ്റ്നാമിനെതിരായ ഒരു വിജയകരമായ സൈനിക ക്യാമ്പയിൻ മറ്റ് രാജ്യങ്ങളെ ഈ ദ്വീപുകളിലുള്ള തങ്ങളുടെ അവകാശവാദങ്ങൾ ഉപേക്ഷിക്കാനും ചൈനയുമായി സഹകരിക്കാനും നിർബന്ധിതരാക്കും എന്ന് ചൈന കണക്കുകൂട്ടുന്നു. കൂടാതെ ഈ വിജയം ചൈനീസ് നാവികസേനയ്ക്ക് പസഫിക് സമുദ്രത്തിലേക്ക് അനിയന്ത്രിതമായ കടന്നുകയറ്റം നൽകും. ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ അവകാശവാദങ്ങൾ 9 ഡാഷ് ലൈൻ വഴി വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ 11 ഡാഷ് ലൈൻ ആയിരുന്ന ഇത് ദക്ഷിണ ചൈന കടലിന് മേലുള്ള തങ്ങളുടെ അവകാശവാദങ്ങൾക്കായി 1947 റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ കുമിൻതാങ് ഗവൺമെന്റാണ് ആദ്യമായി സൂചിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന 1949 ചൈനയുടെ അധികാരം ഏറ്റെടുത്ത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചപ്പോൾ ഷവ്വലിനായി ഇത് 9 ഡാഷ് ഡോട്ടുകളുള്ള രേഖയായി പരിമിതപ്പെടുത്തി പരിഷ്കരിച്ചു. ചൈന ഈ പ്രദേശത്തെ ജനവാസമില്ലാത്ത ദ്വീപുകളെ കൃത്രിമ തുരുത്തുകളാക്കി മാറ്റുകയും മണലിന്റെ വൻ മതിലാക്കി അതിനെ തങ്ങളുടെ എക്സ്റ്റെൻഡഡ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് കീഴിൽ കൊണ്ടുവരാനും ശ്രമിക്കുന്നു. പാഴ്സലിലും സ്പ്രാട്ടിയിലും ചൈന എയർ സ്ട്രിപ്പുകൾ വരെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ പ്രദേശത്തേക്ക് വരുന്ന ഫിലിപ്പീൻസിന്റെ ഫിഷിംഗ് ബോട്ടുകളെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് തുരത്തുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. ചൈന ഈ പ്രദേശത്തെ കണ്ണുവെക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ 2 എണ്ണമാണ്. ഒന്ന്, അതിലൂടെ കടന്നു പോകുന്ന കടൽപാത. ലോക വ്യാപാരത്തിന്റെ 55% കടന്നു പോകുന്ന മലാക്ക കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് വേണം എന്ന് ചൈന നിർബന്ധം പിടിക്കുന്നു. രണ്ടാമത്തെ കാരണം ഈ പ്രദേശത്തുള്ള മത്സ്യസമ്പത്തുമാണ്. ഇന്ത്യയെ തകർക്കാനുള്ള യുദ്ധം, ദ വാർ ടു റിക്കവർ സദേൺ ടിബറ്റ്. ടിബറ്റും വടക്ക് കിഴക്കൻ ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതിനായി 1914 ഷിംലയിൽ വെച്ച് ടിബറ്റ്, ചൈന, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ എന്നിവരുടെ പ്രതിനിധികൾ ഒരു കൺവെൻഷൻ നടത്തി. നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിയമപരമായ അതിർത്തിയായി മാക്മോഹൻ രേഖയെ ഷിംല കൺവെൻഷനിൽ വെച്ച് ഇന്ത്യയും ടിബറ്റും അംഗീകരിച്ചു. ചർച്ചയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും കരാർ ഒപ്പിട്ടെങ്കിലും ചൈനീസ് ഉദ്യോഗസ്ഥർ അതിൽ ഒപ്പുവെച്ചില്ല. ടിബറ്റ് ഒരു പരമാധികാര രാഷ്ട്രമല്ലെന്നും അതിനാൽ ഉടമ്പടികളിൽ ഒപ്പുവെക്കാനുള്ള അധികാരം ടിബറ്റിനില്ലെന്നും വാദിച്ചുകൊണ്ട് ചൈന ഷിംല കരാറും മാക്മോഹൻ ലൈനും നിരസിച്ചു. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളിൽ ഒന്ന്, ഇതേ മാക്മോഹൻ രേഖ മ്യാൻമാർ ചൈന ബോർഡറായി ചൈന അംഗീകരിച്ചിട്ടുണ്ട് എന്നതും രണ്ടാമതായി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നതിനും ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പേ ചൈനക്കാരുടെ ഇന്ത്യയോടുള്ള നിലപാടിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതുമാണ്. നമുക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം 3 മേഖലകളായി തരംതിരിക്കാം. ഒന്ന്, വെസ്റ്റേൺ സെക്ടർ. ഇതിൽ അക്സായ് ചിൻ മേഖല ഉൾപ്പെടുന്നു. യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം ചൈനയുടെ സ്വയംഭരണ പ്രദേശമായ സിൻജിയാങ് പ്രദേശത്തിന്റെ ഭാഗമായി ചൈന അവകാശപ്പെടുന്നു. 1962 യുദ്ധത്തിന് ശേഷം ചൈന പിടിച്ചെടുത്ത ഇന്ത്യയുടെ 38,000 ചതുരശ്ര കിലോമീറ്ററിലധികം വരുന്നതും ഇന്ത്യ ചൈന അതിർത്തിയിലെ 2ാമത്തെ വലിയ പ്രദേശവും ജനവാസമില്ലാത്തതുമായ പ്രദേശമാണ് അക്സായ് ചിൻ. മുഴുവൻ അക്സായ് ചിൻ പ്രദേശവും ചൈന പാകിസ്ഥാൻ അതിർത്തി ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ ചൈനക്കാർക്ക് സമ്മാനിച്ച
പാകിസ്ഥാൻ അധിനിവേശത്തിനുള്ള കാശ്മീർ പ്രദേശമായ ഷക്സം താഴ്വരയും തങ്ങളുടെ പ്രദേശമാണെന്ന് ഇന്ത്യ ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ചൈന അക്സായ് ചിൻ മേഖല മൊത്തമായും തങ്ങളുടെയാണെന്നും അതിന് തെക്കുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള എയർ സ്ട്രിപ്പായ ദൗലത് ബേ ഓൾഡിയുടെ മേൽ ഇന്ത്യയുടെ നിയന്ത്രണത്തെ എതിർക്കുകയും ചെയ്യുന്നു. 2. സെൻട്രൽ സെക്ടറിലെ പ്രധാന തർക്കം ലഡാക്ക് മുതൽ നേപ്പാൾ അതിർത്തി വരെ വരുന്ന പ്രദേശത്തെക്കുറിച്ചാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെക്ടറാണ് സെൻട്രൽ സെക്ടർ. 3. ഈസ്റ്റേൺ സെക്ടർ. സിക്കിമിന് മേലുള്ള അവകാശവാദത്തെ ചൊല്ലിയായിരുന്നു ഈസ്റ്റേൺ സെക്ടറിലെ ആദ്യത്തെ തർക്കം. 2003 ഇന്ത്യയും ചൈനയും സഹകരണത്തിനുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും അതിർത്തി പരിഹരിക്കുന്നതിനുള്ള വഴികൾ നോക്കാൻ പരസ്പരം തീരുമാനിക്കുകയും ചെയ്തു. സിക്കിമിന് മേലുള്ള ഇന്ത്യയുടെ പരമാധികാരം ചൈന അംഗീകരിച്ചത് 2003 ഇന്ത്യ ചൈന ബന്ധത്തിന് വലിയ ഉത്തേജനം ലഭിച്ചു. സിക്കിമിലെ ഇന്ത്യയുടെ പരമാധികാരം ചൈന അംഗീകരിക്കുകയും നാഥൂല ചുരത്തിൽ വ്യാപാരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മേഖലയിലെ ഇന്ത്യയും ചൈനയും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളത് ഡോക്ലാം സംഘർഷം സൂചിപ്പിക്കുന്നു. ഈസ്റ്റേൺ സെക്ടറിലെ കാതലായി ഇന്ന് നിലനിൽക്കുന്ന ഒരു തർക്കം പൂർണ്ണമായും ഇന്ത്യയുടെ പരമാധികാരം നിലനിൽക്കുന്ന അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ ചൈന അവരുടെ പ്രദേശമാണ് എന്ന് പറയുന്നതുകൊണ്ടാണ്. അക്സായ് ചിൻ മേഖലയിലും ലഡാക്കിലും ചൈന അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള പ്രധാന കാരണം സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്ന പഴയ വ്യാപാര പാതയുടെ പൂർണ്ണ നിയന്ത്രണം നേടുക എന്ന ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഇത് പാക് അധിനിവേശ കാശ്മീരിലൂടെയും അക്സായ് ചിനിലൂടെയും കടന്നു പോവുകയും ചെയ്യുന്നു. ഇത് ചൈനയ്ക്ക് കരമാർഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു വഴി തുറക്കുകയും ചെയ്യും. ഇന്ത്യൻ ഓഷ്യനിലെ ഇടുങ്ങിയ മലാക്ക കടൽപാതയിൽ എന്നെങ്കിലും ചൈനയ്ക്ക് തിരിച്ചടി നേരിട്ടാൽ അവരുടെ വ്യാപാരവും പെട്രോളിയം ഗ്യാസ് ഇറക്കുമതിയും ഭീകരമായി തടസ്സപ്പെടും. അതുകൊണ്ടാണ് അവർ ഒരു ലാൻഡ് ട്രേഡിംഗ് റൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നതും ഈ ഇന്ത്യൻ പ്രദേശത്തെ അവരുടെ ഭാഗമായി അവകാശവാദം ഉന്നയിക്കുന്നതും. ഈസ്റ്റേൺ സെക്ടറിലെ അരുണാചൽ പ്രദേശ് അവർ വേണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രധാന കാരണം വെള്ളത്തിന്റെ ലഭ്യതയാണ്. ടിബറ്റിൽ ഇന്ന് അവരുടെ കൈവശം ഇരിക്കുന്ന പ്രദേശത്താണ് ബ്രഹ്മപുത്രയുടെ 3/4 ഭാഗവും ഉള്ളത്. പക്ഷേ ബ്രഹ്മപുത്രയുടെ വൃഷ്ടി പ്രദേശം എന്ന് വെച്ചാൽ ബ്രഹ്മപുത്രയിൽ ജലലഭ്യത നിശ്ചയിക്കുന്ന പ്രദേശത്തിന്റെ 80% ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലാണ് എന്നതാണ് സത്യം. ജലലഭ്യത ഏറ്റവും കുറവായ ചൈനയ്ക്ക് അരുണാചലിന് മേലുള്ള സമഗ്രമായ ആധിപത്യം ജലലഭ്യത ഉറപ്പാക്കുന്നു. ഒരു സായുധ പോരാട്ടത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണം ചൈനയെ ഏഷ്യയിലെ ഏക വൻശക്തിയായി സ്ഥാപിക്കുക എന്നതാണ്. ഇന്ത്യയുടെ പുരോഗതിയും വികസനവും അവർ അനുവദിക്കില്ല. പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയോടെ ഇന്ത്യ കൂടുതൽ ശക്തരായാൽ ഏഷ്യയിലെ ചൈനീസ് ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്നാണെങ്കിലും ഇന്ത്യ ചൈന യുദ്ധം ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ദിയാവു ദ്വീപും റിക്യു ദ്വീപുകളും തിരിച്ചു പിടിക്കാനുള്ള യുദ്ധം. ദിയാവു ആൻഡ് റിക്യു ദ്വീപുകളെ കുറിച്ചുള്ള തർക്കം ജപ്പാനിലെ സെൻകാക്കു ആൻഡ് ഒക്കിനാവ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ജനവാസമില്ലാത്ത ഒരു കൂട്ടം ദ്വീപുകളെ കുറിച്ചുള്ള ഒരു തർക്കമാണ്. ഈ ദ്വീപുകൾ ചൈനയിൽ അറിയപ്പെടുന്നത് ദിയാവു എന്നും തായ്വാനിൽ തിക്കോയു തായ് ദ്വീപുകൾ എന്നുമാണ്. ചൈനയും ജപ്പാനും ഒപ്പം തായ്വാനും ഈ ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്നു. കിഴക്കൻ ചൈന കടലിലാണ് ഈ ജനവാസമില്ലാത്ത 8 ദ്വീപുകൾ ഉള്ളത്. ഇവയുടെ ആകെ വിസ്തീർണം ഏതാണ്ട് 7 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഇവ തായ്വാന്റെ വടക്ക് കിഴക്കായി കിഴക്കൻ ചൈന കടലിലാണ് കിടക്കുന്നത്. തന്ത്രപ്രധാനമായ ഷിപ്പിംഗ് പാതകൾക്ക് സമീപമാണ് ഈ ദ്വീപുകൾ. ഇവിടെ സമ്പന്നമായ മത്സ്യബന്ധന സ്ഥലങ്ങൾ കൂടാതെ യജ്ഞനിക്ഷേപം ഉണ്ടെന്ന് കരുതപ്പെടുന്നു. 1894-95 ഒന്നാം ചൈന ജാപ്പനീസ് യുദ്ധത്തിൽ ചൈനയുടെ പരാജയത്തെ തുടർന്ന് ഈ ദ്വീപുകൾ മുഴുവൻ ജപ്പാന്റെ അധീനതയിലായി മാറി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ദ്വീപുകൾ ജപ്പാൻ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തു. എന്നാൽ പിന്നീട് 70കളിൽ അമേരിക്ക സാൻ ഫ്രാൻസിസ്കോ കരാർ പ്രകാരം സെൻകാക്കു ദ്വീപും ചൈനക്കാർ റിക്യു എന്ന് വിളിക്കുന്ന ഓക്കിനാവ ദ്വീപും ചുറ്റുമുള്ള പ്രദേശങ്ങളും ജപ്പാന് തന്നെ അമേരിക്ക തിരികെ നൽകി. ആ സമയത്ത് സാൻ ഫ്രാൻസിസ്കോ കരാറിനെ ചൊല്ലി ചൈന എതിർപ്പൊന്നും ഉന്നയിച്ചില്ല. 1970കൾ മുതൽ ഈ പ്രദേശത്ത് എണ്ണ നിക്ഷേപം ഉണ്ട് എന്ന വിവരം പുറത്തു വന്നതു മുതൽ ചൈനീസ് തായ്വാൻ അധികാരികൾ അവരുടെ അവകാശവാദങ്ങൾ ഈ ദ്വീപിനുമേൽ ഉന്നയിക്കാൻ തുടങ്ങി. അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സാധ്യത കണ്ടെത്തിയത് മുതൽ ജപ്പാനും ചൈനയും പിക്ചറിൽ കാണുന്ന പോലെ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്ന പ്രദേശങ്ങൾ അവരുടേതായ പ്രത്യേക സാമ്പത്തിക മേഖലകളായി പറയുന്നു. ചൈനക്കാർക്ക് ഈ ദ്വീപുകളുടെ സാമ്പത്തിക മൂല്യതയേക്കാൾ കൂടുതൽ ഇവ ജപ്പാന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന ഒറ്റ കാര്യം അവരുടെ ജപ്പാനുമായുള്ള മുൻകാല പരാജയങ്ങൾ ഓർപ്പിക്കുന്നു എന്നതാണ്. അവർ എന്ത് വില കൊടുത്തും ഇത് തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജപ്പാൻ ഈ പ്രദേശങ്ങൾ എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല. അതുപോലെ ഏതെങ്കിലും രാജ്യം ജപ്പാനെ ആക്രമിച്ചാൽ അവരെ സൈനികമായി സംരക്ഷിക്കാൻ USA-യുമായി അവർക്ക് സൈനിക ഉടമ്പടിയുമുണ്ട്. 21ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജപ്പാന്റെയും റഷ്യയുടെയും തകർച്ച, US-ന്റെ സ്തംഭനാവസ്ഥ, മധ്യ യൂറോപ്പിന്റെയും ഇന്ത്യയുടെയും ഉയർച്ച എന്നിവയ്ക്കൊപ്പം ചൈന യഥാർത്ഥ ലോകശക്തിയായി ഉയർന്നു വരുമെന്നും
അന്ന് ദിയാവോ ദ്വീപും റിക്യു ദ്വീപുകളും തിരിച്ചു പിടിക്കാൻ ചൈനയ്ക്ക് ഏറ്റവും നല്ല സമയം വരുമെന്നും അവർ കണക്കുകൂട്ടുന്നു. തായ്വാൻ ചൈനയുമായി സംയോജിച്ചു കഴിഞ്ഞാൽ ജപ്പാന്റെ സമുദ്ര ആശയവിനിമയ ലൈനുകൾ പൂർണ്ണമായും ചൈനയുടെ ഫൈറ്റർ ബോംബർ വിമാനങ്ങളുടെ സ്ട്രൈക്കിംഗ് പരിധിയിൽ വരും. തന്ത്രപ്രധാനമായ ഈ ജിയോ പൊളിറ്റിക്കൽ മാറ്റം ജപ്പാന്റെ സാമ്പത്തിക പ്രവർത്തനത്തെയും സൈനിക ശേഷിയെയും സാരമായി ബാധിക്കും. അതിനുശേഷം ഒരു നേവൽ ബ്ലോക്കേഡ് വഴി ജപ്പാനിൽ നിന്നുള്ള ഭീഷണികളെ നിർവീര്യമാക്കാം എന്നാണ് ചൈന കണക്കുകൂട്ടുന്നത്. മംഗോളിയ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള യുദ്ധം, ദ വാർ ടു യൂണിഫൈ ഔട്ടർ മംഗോളിയ. ചൈനയുടെ വിപുലീകരണ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ മംഗോളിയയാണ് അടുത്തത്. ഔട്ടർ മംഗോളിയ എന്ന് വിളിക്കപ്പെടുന്ന മുഴുവൻ മംഗോളിയയും ചൈനീസ് പ്രദേശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ചൈനക്കാർ കരുതുന്നു. ചൈന ഈ പ്രദേശങ്ങളെ അവരുടെ കിങ് രാജവംശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. ആദ്യമായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുമായുള്ള ഏകീകരണത്തെക്കുറിച്ചുള്ള ഒരു റഫറൻഡം മംഗോളിയൻ ജനതയ്ക്ക് അവർ വാഗ്ദാനം ചെയ്തേക്കാം. ഈ ഹിതപരിശോധനയുടെ ഫലം മംഗോളിയയുടെ ഭാവി നിശ്ചയിക്കും. മംഗോളിയൻ ജനത ഏകീകൃത ചൈനയുടെ ഭാഗമാകാതിരിക്കാൻ തീരുമാനിച്ചാൽ ചൈനക്കാർ മംഗോളിയയെ ആക്രമിക്കുകയും ചൈനയുമായി സ്വയം കൂട്ടിച്ചേർക്കുകയും ചെയ്യും. മുമ്പത്തെ 4 യുദ്ധങ്ങൾ മംഗോളിയയെ ഏകീകരിക്കാൻ ചൈനയുടെ രാഷ്ട്രീയ സൈനിക നയതന്ത്ര ശക്തി ഉറപ്പാക്കുകയും ദുർബലരായ US-ഉം റഷ്യയും നയതന്ത്ര പ്രതിഷേധങ്ങളല്ലാതെ ഇടപെടാൻ ധൈര്യപ്പെടുകയുമില്ല എന്നും യൂറോപ്പ് ഒരു അവ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ഇന്ത്യയും ആഫ്രിക്കയും മധ്യേഷ്യൻ രാജ്യങ്ങളും നിശബ്ദത പാലിക്കുമെന്നും ചൈന കണക്കുകൂട്ടുന്നു. ആദ്യത്തെ 4 യുദ്ധങ്ങൾക്ക് ശേഷം 3 വർഷങ്ങൾക്കുള്ളിൽ മംഗോളിയയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്നും ആ ഏകീകരണത്തിന് ശേഷം റഷ്യയെ നിരീക്ഷിക്കാൻ ചൈന അതിർത്തിയിൽ കനത്ത സൈനിക വിനിയോഗം ചെയ്യുകയും ചെയ്യും. റഷ്യയെ കീഴ്പ്പെടുത്താനുള്ള യുദ്ധം, ദ വാർ ടു റിക്കവർ ടെറിട്ടറി സീസ്ഡ് ബൈ റഷ്യ. നിലവിലെ ചൈന റഷ്യൻ ബന്ധം നല്ല ഒന്നാണെന്ന് ആർക്കും തോന്നാമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ US-നെ നേരിടാനുള്ള മികച്ച തന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ്. വാസ്തവത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ചൈനയുടെ ഉയർച്ച തങ്ങളുടെ ശക്തിക്ക് ഭീഷണിയാകുമെന്ന് റഷ്യ ഭയപ്പെടുന്നു. റഷ്യ പിടിച്ചെടുത്ത തങ്ങളുടെ ഭൂമി ചൈന അവസരം വരുമ്പോൾ തിരിച്ചു പിടിക്കും. ചൈന റഷ്യൻ ബന്ധങ്ങളുടെ ചരിത്രത്തിൽ ഭൂരിഭാഗവും റഷ്യ ചൈനയുടെ സഖ്യകക്ഷിയേക്കാൾ കൂടുതൽ ഒരു എതിരാളിയായിരുന്നു. 1858-60കളിലെ ഐഗൂണിന്റെയും ബെയ്ജിങ്ങിന്റെയും ഉടമ്പടിയിൽ റഷ്യ ചൈനയിൽ നിന്ന് ഏകദേശം 1 ദശലക്ഷം ചതുരശ്ര മൈൽ പിടിച്ചെടുത്തിരുന്നു. അതുവരെ മഞ്ചൂറിയയുടെ വടക്കൻ പ്രാന്തപ്രദേശമായ ഔട്ടർ മഞ്ചൂറിയ എന്ന് ചൈനീസ് വിളിക്കുന്ന ഈ പ്രദേശം വ്ളാഡിവോസ്റ്റോക്കും ഗബ്രോസ്കോവും ചേർത്ത് റഷ്യ അവരുടെ ഫാർ ഈസ്റ്റ് അല്ലെങ്കിൽ വിദൂര കിഴക്കൻ പ്രദേശം എന്ന് വിളിച്ചു. ചൈനീസ് ചരിത്രരചന ഇപ്പോഴും ഈ ഉടമ്പടികളെ അസമത്വ ഉടമ്പടികളായി കണക്കാക്കുന്നു. ചൈന ഈ പ്രദേശങ്ങളെ അവരുടെ കിങ് രാജവംശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. ഈ പ്രദേശങ്ങൾ തങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് ചൈന ഉറപ്പിച്ചിട്ടുണ്ട്. ചൈന റഷ്യൻ ബന്ധത്തിലെ മറ്റൊരു പ്രധാന ഘടകം സൈബീരിയയാണ്. സൈബീരിയയോടുള്ള ചൈനയുടെ നിലപാടുകൾ ഏറെക്കാലമായി ചർച്ചാ വിഷയമാണ്. സൈബീരിയ ചൈനയുടെ തൊട്ടടുത്ത് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ വിശാലമായ ജനസാന്ദ്രത വളരെ കുറഞ്ഞ പ്രദേശമാണ്. അധികാരമോഹികളായ ചൈനയ്ക്ക് ഇത്രയും വിഭവസമൃദ്ധമായ ഭൂമി അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും ആവശ്യമാണ്. സൈബീരിയ വഴി പ്രകൃതി വിഭവത്തിലേക്കുള്ള സുരക്ഷിതമായ പ്രവേശനം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനുകൂലമായ ഗ്യാരണ്ടി എന്നാണ് ചൈന കണക്കുകൂട്ടുന്നത്. 60കളുടെ തുടക്കത്തിൽ ഉസൂറി നദീ തർക്കത്തിൽ റഷ്യ ചൈനയെ സൈനികമായി തകർത്തു കളഞ്ഞിരുന്നു. അതിന്റെ പക ഇന്നും ചൈന മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യൻ സർക്കാരിന്റെ ശക്തിയിലും സ്വാധീനത്തിലും കൂടുതൽ ഇടിവ് സംഭവിക്കുന്നതും ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ തികച്ചും ഒറ്റപ്പെടുന്നതും ലോങ് ടേമിൽ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ചൈന കണക്കുകൂട്ടുന്നു. ഭാവിയിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ 5 യുദ്ധങ്ങൾക്ക് ശേഷമുള്ള ചൈനയുടെ സൈനിക സേനയുടെ അനുഭവ പരിചയം മുതലെടുത്തുകൊണ്ടും റഷ്യയുടെ അന്നത്തെ ഭരണ സംവിധാനത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടും ന്യൂക്ലിയർ ബോംബുകളെ പൊളിറ്റിക്കലി നിർവീര്യമാക്കിക്കൊണ്ടും റഷ്യയുടെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കാമെന്ന് ചൈന കണക്കുകൂട്ടുന്നു. അടുത്ത 3 ദശകത്തിനുള്ളിൽ ചൈന അവരുടെ പഴയ പ്രതാപം ഈ യുദ്ധങ്ങളിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾ ഏറ്റവും വലിയ പഴയ സിവിലൈസേഷൻ ആണെന്നും പഴയ മിഡിൽ കിങ്ഡം അതിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കണമെന്നും ചൈനക്കാർക്ക് തീർച്ചയായും ആഗ്രഹിക്കാം. പക്ഷേ ഒരുപാട് രാഷ്ട്രങ്ങളെ ഒരേ സമയം വെറുപ്പിച്ചാൽ ചില കാലങ്ങളിൽ നമുക്ക് തിരിച്ചു കയറാൻ സാധിക്കാത്ത രീതിയിലുള്ള കൂട്ടയടി കിട്ടിയെന്നും വരാം. ചൈനയെ അവരുടെ സ്വപ്ന ലോകത്ത് തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 seconds വ്യൂ ഓൺ The 6 future wars of China. Please like, subscribe and share our video. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.